ഇന്ന് ദേവി കഥനികയിൽ ഭാരതത്തിലെ രണ്ടാമത്തെ ഏറ്റവുമധികം ഭക്തർ ദർശിക്കുന്ന സ്ഥലം എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ത്രികുട മലയിൽ വാണരുളുന്ന വൈഷ്ണവദേവിയുടെ കഥ കേൾക്കാം. ഒരിക്കൽ ത്രിദേവിമാരായ ദുർഗാദേവിയും ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ചേർന്ന് തങ്ങളുടെ ശക്തി ഐക്യത്താൽ ഒരു തേജസ്സിനെ ഉണ്ടാക്കി. ആ തേജസ് എന്താണ് എൻ്റെ കർത്തവ്യം എന്ന് ചോദിച്ചപ്പോൾ ത്രിദേവിമാർ ഭൂലോകത്തിൽ ചെന്ന് മനുഷ്യനായി ജനിക്കൂ, അവിടെ എന്നും ധർമ്മം നിലനിർത്തുന്നതാണ് നിന്റെ കർത്തവ്യം. എന്നവിടത്തെ വാസം കഴിയുന്നുവോ അന്ന് വിഷ്ണുവുമായി ലയിക്കും എന്നറിയിച്ചു. ആ ശക്തി സ്വരൂപം തെക്കൻ ഭാരതത്തിൽ രത്നാകർ സാഗർ എന്ന ആളുടെ പുത്രിയായി ജനിച്ചു. സന്തതികൾ ഇല്ലാത്തതിനാൽ ത്രിദേവിമാരെ വ്രതം നോക്കി ഭജിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. ദേവി ജനിക്കുന്ന തലേ ദിവസം രത്നാകർ തൻ്റെ ഭാര്യയോട് ഈ കുഞ്ഞ് എന്താവശ്യപ്പെട്ടാലും അത് ഞാൻ തടയില്ല എന്ന് വാക്ക് പറഞ്ഞിരുന്നു അത്രേ. ജനിച്ച കുഞ്ഞിന് ത്രികുട എന്ന് നാമകരണം ചെയ്തു. വിഷ്ണുഭക്തയായ ത്രികുട തൻ്റെ 9-ാം വയസ്സിൽ പിതാവിനോട് താൻ കടற்കരയിൽ ശ്രീരാമനെ തപസ്സിരിക്കാൻ പോവുകയാണ് എന്നറിയിച്ചു. പിതാവ് അനുവാദം കൊടുക്കുകയും ത്രികുട തപസ്സിരിക്കുവാനും തുടങ്ങി. ശ്രീരാമൻ തൻ്റെ വനവാസകാലത്ത് സീതാദേവിയെ രാവണനിൽ നിന്നും രക്ഷിക്കാൻ പോകുന്ന വഴിക്ക് ത്രികുട തപസ്സിരിക്കുന്നത് കണ്ടു. തികഞ്ഞ ദേവീ ചൈതന്യത്തോടു കൂടിയ ആ ബാലികയുടെ അടുത്ത് ചെന്ന് ശ്രീരാമൻ വിവരങ്ങൾ തിരക്കി. അതിന് ത്രികുട, ഞാൻ താങ്കളെ തപസ്സിരിക്കുകയാണ്, എന്നെ വിവാഹം കഴിക്കണം എന്നഭ്യർത്ഥിച്ചു. അതിന് ശ്രീരാമൻ താൻ ഏകപത്നി വ്രതൻ ആയതിനാൽ വിവാഹം കഴിക്കാൻ ഈ അവതാരത്തിൽ സാധിക്കില്ല എന്നും വടക്ക് ദിശയിലെ മാണിക് മലയിൽ ചെന്ന് തപസ്സിരിക്കൂ, കലിയുഗത്തിൽ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം എന്നും അറിയിച്ചു. ത്രികുടാദേവിക്ക് അമ്പും വില്ലും കൊടുത്ത് ശ്രീരാമൻ കുറച്ച് വാനരന്മാരെയും ഒരു പുലിയെയും കൂട്ടിന് വിട്ടതായി പറയപ്പെടുന്നു. അതോടെ ത്രികുട വൈഷ്ണവദേവി എന്നറിയപ്പെട്ടു. ദേവി ശ്രീരാമന്റെ ആജ്ഞ പോലെ മാണിക് മലയിൽ ഒരു ഗുഹയിൽ തപസ്സിരിക്കുവാൻ തുടങ്ങി. ഭഗവാന്റെ സീതാന്വേഷണ വിജയത്തിനായി ദേവി 9 രാത്രികൾ വ്രതമെടുത്തിരുന്നു. ശ്രീരാമന്റെയും ത്രികുടാദേവിയുടെയും കാര്യങ്ങൾ അറിയാവുന്ന ഗോരഖ്നാഥ് എന്ന തന്ത്രി കുറച്ചു കാലം കഴിഞ്ഞ് തൻ്റെ ശിഷ്യനായ ഭൈരവനാഥിനെ മാണിക്യമലകളിൽ അയച്ച് വൈഷ്ണവദേവിയുടെ തപോവിവരം അന്വേഷിച്ചറിയാൻ ആജ്ഞാപിച്ചു. ആ സമയം ശ്രീധർ എന്ന ദേവീ ഭക്തൻ വലിയൊരു അന്നദാനം നടത്തുന്ന ഒരുക്കങ്ങളിലായിരുന്നു. വളരെ ദരിദ്രനായ ശ്രീധർ സ്വപ്നത്തിൽ ദേവിയെ ദർശിച്ച് ദേവീയാജ്ഞ പോലെയായിരുന്നു ഒരുക്കങ്ങൾ. ഭക്ഷ്യസാധനങ്ങൾ ഓരോ വീട്ടിലും ചെന്ന് ഭിക്ഷയെടുത്തും ദേവീ പൂജയ്ക്കും അന്നദാനത്തിനായും ആളുകളെ ക്ഷണിക്കുകയും ചെയ്തു. പൂജാ സമയത്ത് തൻ്റെ കുഞ്ഞു കുടിലിൽ ആർക്കും ഇരിക്കുവാൻ സാധിക്കില്ലല്ലോ എന്ന് ഭയന്ന് കണ്ണടച്ച് പ്രാർത്ഥനയിലായിരുന്നു ശ്രീധർ. ആളുകൾ കൂടുന്നതനുസരിച്ച് കുടിലിൻ്റെ വലിപ്പവും കൂടിയിരുന്നു എന്നും എത്തിയ എല്ലാ ഭക്തന്മാർക്കും അന്നം ലഭിച്ചു എന്നും പറയപ്പെടുന്നു. അന്നേ രാത്രി തൻ്റെ സ്വപ്നത്തിൽ വന്ന ദേവിയുടെ ഉറവിടം മനസ്സിലാക്കാനാവാതെ വിഷമിച്ചിരുന്നു ശ്രീധർ. കുറേ നാൾ തപസ്സിരുന്നപ്പോൾ
അമ്മ പ്രസന്നയായി വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് താൻ വൈഷ്ണവോ ദേവിയാണ് എന്നും പറഞ്ഞ് തൻ്റെ ഗുഹയിൽ വരാനുള്ള മാർഗവും കാട്ടിക്കൊടുത്തു. ശ്രീധർ ഒരുപാട് തവണ ദേവീ ദർശനത്തിനായി പോയെങ്കിലും മാർഗം തെറ്റി വീട്ടിൽ തിരിച്ചു വന്നു എന്നും ദേവി ആവർത്തിച്ച് വഴികാട്ടിക്കൊടുത്തു എന്നും അമ്മയുടെ പക്കൽ ചെന്ന് ദേവീരൂപം ദർശിച്ച ശ്രീധർ പിന്നെ ആ മലയിൽ ദേവിയെ സേവിച്ച് കഴിഞ്ഞു എന്നും പറയപ്പെടുന്നു. ശ്രീധർ അന്നദാനം നടത്തിയ സ്ഥലത്താണ് ഭൈരവനാഥ് തൻ്റെ ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം വൈഷ്ണവോ ദേവിയെ ദർശിക്കുന്നത്. തൻ്റെ ജ്ഞാനത്താൽ അവിടെ വന്നിരിക്കുന്ന സ്ത്രീകളിൽ ഒരാൾ ദേവിയാണ് എന്ന് മനസ്സിലായി. കണ്ട മാത്രയിൽ അയാൾക്ക് ദേവിയോട് പ്രണയം തോന്നി. ദേവിയെ പിന്തുടർന്ന് അയാൾ ദേവി വാഴുന്ന മലയിലെത്തി എന്നും വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിച്ചു എന്നും ദേവി വിസമ്മതിച്ചപ്പോൾ ഗുഹയിൽ കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് ദേവി ഭൈരവനാഥിൻ്റെ ശിരസ് ഛേദിച്ചു എന്നും പറയപ്പെടുന്നു. തെറ്റ് മനസ്സിലാക്കി ക്ഷമാപണം നടത്തിയ ഭൈരവനാഥിൻ്റെ ആത്മാവിനോട് ദേവി ക്ഷമിച്ചു എന്നും തന്നെ കാണാൻ വരുന്ന ഭക്തർ ഭൈരവനാഥ് അമ്പലം ദർശിച്ചാൽ മാത്രമേ യാത്ര പൂർത്തിയാകുകയുള്ളൂ എന്നും അനുഗ്രഹിച്ചു. ദേവി പിന്നെ 3 പിണ്ടികളായ ശിലയായി മാറി എന്നാണ് ഐതിഹ്യം. ത്രികുടാദേവി തപസ്സിരുന്ന ആ മല അതോടെ ത്രികുടാമല എന്നും ദേവി ഗുഹയിൽ 9 മാസം പുറത്തിറങ്ങാതെ തപസ്സിരുന്നതിനാൽ അത് ഗർഭജന ഗുഹ എന്നും അറിയപ്പെട്ടു. 51 ശക്തിപീഠങ്ങളിൽ സതീദേവിയുടെ തലയോട്ടി വീഴുന്ന സ്ഥലമാണ് ഇത് എന്നാണ് വിശ്വാസം. പാണ്ഡവന്മാരിൽ അർജുനൻ കൃഷ്ണോപദേശം സ്വീകരിച്ച് ഇവിടെ ദേവിയെ തപസ്സിരുന്നു എന്നും യുദ്ധത്തിൽ വിജയിച്ചത് ദേവീകാരുണ്യത്തിനാലാണ് എന്ന് അറിഞ്ഞതിന് ശേഷം പാണ്ഡവന്മാർ ത്രികുടാമലയുടെ സമീപമുള്ള മറ്റൊരു മലയിൽ 5 കല്ലുകളാൽ അമ്പലം പണിതു എന്നും പറയപ്പെടുന്നു. ദേവി സ്വയം അമ്പെയ്ത് വരുത്തിയതാണത്രേ ഇവിടത്തെ ചരൺ ഗംഗ എന്ന ജലസ്രോതസ്. അതിൽ പാദം കഴുകി മാത്രമേ ഭക്തർ മുകളിൽ ഗുഹയിലോട്ട് ചെല്ലാറുള്ളൂ. ദേവിയുടെ ക്ഷണം ലഭിച്ചാൽ മാത്രമേ ഈ മല ചവിട്ടാൻ കഴിയൂ എന്നാണ് വിശ്വാസം. 3 പിണ്ടികളാണ് പ്രതിഷ്ഠ. അത് ത്രിദേവിമാരാണ് എന്നാണ് സങ്കല്പം. വിഗ്രഹ ആരാധന ഇല്ലെങ്കിലും ശ്യാമവർണം കൊണ്ട് മുകുട കിരീടവും ചൂടി പീതാംബര വസ്ത്രവും ധരിച്ച് 6 കൈകളിൽ ശംഖും ചക്രവും വാളും ത്രിശൂലവും താമരയും അമ്പുമേന്തി നിൽക്കുന്നതാണ് ദേവി എന്നാണ് സങ്കല്പം. ഇവിടെ എത്തുന്ന ഭക്തർ തങ്ങളുടെ ജീവിതചക്രം പൂർത്തീകരിച്ച് മോക്ഷത്തിലേക്കുള്ള പടി ചവിട്ടുന്നു എന്നാണ് ഐതിഹ്യം.